ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ആർട്ട് പാലറ്റ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ? അത് തന്നെ ഗൈസ്, മലയാളം സെക്കൻഡിന്റെ സ്റ്റഡി ബ്ലോഗ്. ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ലാസ്റ്റത്തെ എക്സാം ആയിട്ടുള്ള മലയാളം സെക്കൻഡ് ആണ്. അപ്പൊ ഇതിന്റെ സ്റ്റഡി ബ്ലോഗ് ഇടുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം എന്താ പറയാ, ഇത്ര നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് പിന്നെ ഒന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ ഭയങ്കര വിഷമല്ലേ. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വെക്കേഷന് ഇപ്പൊ നമുക്ക് മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റിനൊക്കെ സ്റ്റഡി ബ്ലോഗ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു വെക്കേഷനെ അപ്ലോഡ് ആക്കാം. അപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വെക്കേഷന് എന്തൊക്കെ ലോങ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ക്രാഫ്റ്റോ എന്തായാലും അത് നിങ്ങളൊന്ന് ഇപ്പൊ തന്നെ കേട്ടോ, ഞാനിപ്പോ പറയുന്ന ടൈമിൽ തന്നെ ഒന്ന് കമന്റ് ആക്കാം. എന്നാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് ഇനി ഇഷ്ടം എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ആക്കിയാൽ മതി കേട്ടോ. സ്റ്റഡി വ്ലോഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ക്രാഫ്റ്റിന്റെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാവരും നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ. അപ്പോൾ എന്തായാലും കമന്റ് ആക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ റിവ്യൂ ഇട്ടാകണം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷിന്റെയും അതുപോലെ തന്നെ ബയോളജിയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. റിയലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ, എനിക്ക് ഈ ഒരു എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയ കൊണ്ട് ഞാൻ സെൽഫായിട്ട് തന്നെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് താങ്ക് യു സോ മച്ച് ഉണ്ട്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് റിയലി എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഉന്മേഷം നൽകുന്നത് കേട്ടോ കാര്യത്തിനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും താങ്ക് യു സോ മച്ച് ഉണ്ട്. അപ്പൊ ഞാൻ അത് വാതിലടിക്കാൻ പോയതാണ് കേട്ടോ. അതാണ് ഒരു പോസ് വന്നത്. അതൊക്കെ പോട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. മലയാളം സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കാതെയൊക്കെ പോയി എഴുതുന്ന സബ്ജക്റ്റ് ആണ്. അതിൽ പക്ഷെ എനിക്ക് 37-38 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്റർ എഴുതിയ ഓതേഴ്സിന്റെ പേരും ആ ഒരു ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടുമാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാവരും ഞാൻ ഈ ഒരു ഇതിൽ തന്നെ പറയുന്നുണ്ട്. മലയാളം സെക്കൻഡിന്റെ കഥ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. എക്സ്പ്ലെയിൻ മീൻസ് അങ്ങനെയല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും സൈലോം എക്സാമിനേഴ്സ് എജുപോട്ട് എല്ലാവരും റെഫർ ചെയ്ത് പഠിക്കുക. കുറേ പേര് പിന്നെയും പറഞ്ഞു കേട്ടോ, ഞാൻ എക്സാമിനേഴ്സ് സൈലം എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞു ജൂ പോട്ടെ എവിടെയെന്ന്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ, എന്ത് പ്ലാറ്റ്ഫോം ആണോ അതിൽ നിങ്ങൾക്ക് കയറി പഠിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നേരെ പോവാം. ലെങ്തി ആവണ്ട, നമുക്ക് പെട്ടെന്ന് പോകട്ടെ വീഡിയോയിലോട്ട്. ശരിക്കും മലയാളം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കാനില്ല. മലയാളം ഫസ്റ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മലയാളം സെക്കൻഡ് ഈ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ എനിക്ക് തോന്നുന്നു മാക്സിമം 3 ചാപ്റ്റേഴ്സോ അങ്ങനെ വല്ലതേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോ യെസ് ഗൈസ്, എനിക്ക് തോന്നുന്നു 3 ചാപ്റ്ററേ ഉള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സിമ്പിൾ ആണ് മലയാളം സെക്കൻഡ്. ഈ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ കാണാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കിയാലോ മലയാളം സെക്കൻഡ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കേണ്ടത് എന്താണെന്നല്ല, എല്ലാം പഠിക്കണം. പക്ഷേ ഈ ഒരു മലയാളം സെക്കൻഡിലാകെ 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്നുള്ളൂ കേട്ടോ. ഈ ഒരു 3 ചാപ്റ്റേഴ്സിൻ്റെ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു പോണത് എന്താണ് സമ്മർ ചെയ്ത്. അങ്ങനെ ഭയങ്കര വിശകലനം ചെയ്ത് പറയുന്നില്ല, എന്നാലും പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ വംശം, ദയ്യ, തഥാഗത എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണുള്ളത്. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വംശം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലുള്ളത് ഒരു ഉറുമ്പാണ് കേട്ടോ. ആ ഒരു ഉറുമ്പിനെ പറ്റിയിട്ട് കവയത്രി വിശകലനം ചെയ്യുന്നതാണ് ആ ഒരു ചാപ്റ്റർ, വംശം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കേട്ടോ. ആ ഒരു വംശം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ കവയത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കിട്ടണം വിജയലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് ഈ ചാപ്റ്റർ കാര്യമായിട്ടുള്ള ചാപ്റ്റർ ദയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ദയ്യയിലുള്ളത് മഞ്ജു വാര്യറാണ്. ഇതിൻ്റെ ഒരു സിനിമ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ പോയിട്ട് കാണണം എന്നുള്ളവർ എന്തായാലും കണ്ടുപോകാനായിട്ട് മറക്കണ്ട. അപ്പോൾ ദയ്യ എന്നാണ് ആളുടെ പേര്. പക്ഷേ ആ മഞ്ജു വാര്യർ ആ കഥയിൽ ഒരു ആൺവേഷം കെട്ടയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പണം ഉണ്ടാക്കാനുള്ള ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കഥയിൽ പറയുന്നത് കേട്ടോ. അത് കഥയല്ല, തിരക്കഥയാണ്. അത് ഓർത്ത് വയ്ക്കാനായിട്ട് മറക്കണ്ട. സീനായിട്ടാണ് കാട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതാണ് കേട്ടോ മഞ്ജു വാര്യർ. അപ്പോൾ ഇത് തിരക്കഥയാണ് കേട്ടോ. ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരക്കഥ എഴുതേണ്ടി വരും. അപ്പം എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് വരുന്ന ചാപ്റ്റർ പറയണതിന് മുമ്പ് ഗൈസ്, ഇതിൻ്റെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ എഴുതിയ ഓതർ ആരാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഈ ചാപ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത് MD വാസുദേവൻ നായരാണ് കേട്ടോ. അപ്പോൾ അതും നിങ്ങളൊന്ന് ഓർത്തിരിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തഥാഗതയാണ്. ഒരു അമ്മയുടെ മോളുടെ കഥയാണ് ആ ഒരു ചാപ്റ്റർ കേട്ടോ. അതിൽ ആ അമ്മക്ക് ഓർമ്മ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ മോള് ഓർമ്മ
തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു കഥയാണ് ആ ഒരു തഥാഗത എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് വിശ്വസിക്കുന്നു. തഥാഗതയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ വന്നും പൊയ്ക്കൊണ്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു തഥാഗത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എഴുതിയത് ആരാണെന്ന് നമുക്ക് നോക്കാം. അഷിതാണ് കേട്ടോ ഈ ചാപ്റ്റർ. എന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ എഴുതിയ ആളുടെ കവയത്രിയുടെ പേര് അഷിത എന്നാണ്. അഷിതയുടെ കവിതകൾ എന്നാണ് കേട്ടോ. അതിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് ടോട്ടൽ ഇപ്പോൾ 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഓതറിൻ്റെ പേരൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് മറക്കണം കേട്ടോ. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം. പിന്നെ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാനായിട്ട് സൈലം എക്സാമിനേഴ്സ് ജൂപ്പോട്ട് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ചാപ്റ്റർ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള, ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലം എക്സാമിനേഴ്സ് അല്ലെങ്കിൽ ജൂപ്പോട്ട് എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക ചാപ്റ്റേഴ്സ് ഒന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ അതിൽ ജൂപ്പോട്ടിലൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ലാസ്റ്റ് എക്സാമായ മലയാളം സെക്കൻഡിന് എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. ഇനി എന്ത് വീഡിയോ വേണം എന്നുള്ളത് എന്തായാലും എന്നെ കമൻറ്റ് ചെയ്യുക. എന്നാലേ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓൾ സപ്പോർട്ട്. നമ്മുടെ നാളത്തെ വീഡിയോ നമ്മൾ മിക്കവാറും എന്താ പറയുക ഓൾ എക്സാം റിവ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് ഏതൊക്കെയാണോ ടഫ് അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് മൈക്ക് ഓഫായി പോയതാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തായാലും ഒന്ന് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്ലോഡ് അല്ല കമൻറ്റ് ചെയ്യുക. 2-3 പേര് ഒന്നോ രണ്ടോ പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തിനാണെന്ന് മനസ്സിലായില്ല. എന്തോ ഞാൻ പഠിപ്പിക്കണത് എന്തിനോ പറ്റിയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. 2 ദിവസം മുമ്പാണ് ഞാൻ കണ്ടത്. അടിപൊളിയായിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.